ഹായ് ഹലോ. അപ്പോഴേ ഞാനൊരു മുന്നറിയിപ്പുമായിട്ട് വന്നതാണ് കേട്ടോ. വേറൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. ഇപ്പം എല്ലായിടും നടക്കുന്നില്ലേ, ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട് വന്ന് ഒരു വർഷം കൊണ്ട് സ്നേഹിച്ച് എന്നിട്ട് ആ റിലേഷൻഷിപ്പ് തുടരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം കുത്തി പരിക്കേൽപ്പിക്കുന്നു, കൊല്ലുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം ചാനലിൽ കൂടി എല്ലാം നമ്മൾ കാണുന്നതല്ലേ. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്തായാലും വിവാഹം കഴിക്കണ ആളെ തന്നെ ജീവിതം മുഴുവൻ കൊണ്ടു നടക്കാൻ പറ്റൂലേ? അല്ല, ഈ നമ്മൾ ഈ കല്യാണം കഴിച്ച ഒരു പുരുഷനും കല്യാണം കഴിച്ച ഒരു പെണ്ണും മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് എന്തിനാണ് പോകുന്നത്? എല്ലാവർക്കും അറിയാമല്ലോ എന്തിനായിരിക്കും പോകുന്നത്. അവരുടെ കാര്യം കഴിയുമ്പോൾ അവരങ്ങ് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു ബാധ്യതയായിട്ട് തോന്നുന്നതെന്ന് അറിയുമ്പോൾ നമ്മളെ അവർ കൊല്ലും മാക്സിമം. അങ്ങനെയാണ് ഇപ്പോൾ എല്ലായിടും കണ്ടു നടക്കുന്നത്. അപ്പം കൂടുതലും അങ്ങനെ പോകാതിരിക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ മറ്റുള്ള എന്തായാലും അവരുടെ ഭാര്യയെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും കാമുകിമാർക്കോ ഇല്ലെങ്കിൽ കാമുകന്മാർക്കോ കൊടുക്കില്ല. ആരായാലും അങ്ങനെ തന്നെയാണ്, കൊടുക്കില്ല. എന്നിട്ട് പിന്നെയും അവരെയെന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അവർ വിഡ്ഢികളാണ് ഈ പോകുന്നവർ കേട്ടോ. ഈ മക്കളെയും ഭർത്താവിനെയും അല്ലെങ്കിൽ ഭാര്യയെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് മറ്റുള്ള ഒരു പെണ്ണിൻ്റെയോ ആണിൻ്റെയോ കൂടെ പോകുന്നവർ ഏറ്റവും വലിയ വിഡ്ഢികളാണ്. അവർക്ക് ഈ സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത്? എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ് കേട്ടോ. കൂടുതലും ഈ പെണ്ണുങ്ങളുടെ ശത്രുക്കൾ പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ. ആണുങ്ങളുടെ ശത്രുക്കൾ ആണുങ്ങളും തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ശത്രു ആണാകില്ല. കാരണം എപ്പോഴും ഒരു പെണ്ണിനെ തന്നെയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു ഇപ്പോൾ ഒരു ഭർത്താവിൻ്റെ അടുത്ത് മറ്റൊരു പെണ്ണ് റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പം അവിടെ ഏറ്റവും കൂടുതലും വിഷമം വരുന്നത് ഒരു പെണ്ണിനാണ്, അവൻ്റെ ഭാര്യയ്ക്ക് അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അതുപോലെ തന്നെയാണ് ആണിനും ഏറ്റവും കൂടുതലും വിഷമം വരുന്ന ആണുങ്ങൾക്ക് തന്നെയാണ്. ഭാവിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളോടുകൂടിയായിരിക്കും അവർ പിന്നീട് ജീവിക്കുന്നത്. കാരണം മറ്റൊരു റിലേഷനിൽ പോകുന്ന ഒരു ഭർത്താവ് പോകുമ്പം ആ ഭാര്യ ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം കൊടുക്കേണ്ടത്. നിൻ്റെ ഭാഗത്ത് എന്ത് തെറ്റ് വന്നിട്ടാണ് മറ്റൊരു പെണ്ണിനെ തിരക്കി പോകുന്നത്? അല്ലെങ്കിൽ നിനക്കില്ലാത്ത എന്താണ് ആ പെണ്ണിൻ്റെ കയ്യിലുള്ളത്? അങ്ങനെ പലമാതിരി കാര്യങ്ങളാണ് ആ പെണ്ണ് ലോകത്തിന് മുമ്പിൽ ഫേസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരുപാട് ആ ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും ഭാര്യ. പക്ഷേ സ്നേഹിച്ചുകൊണ്ടിരിക്കൽ തന്നെ ആയിരിക്കും ചിലപ്പം കാമുകിയുടെ കൂടെ പോകുന്നത്. അത് ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണെങ്കിലും പക്ഷേ സമൂഹത്തിൽ അവൻ്റെ സ്വന്തം ഭാര്യ അനുഭവിക്കുന്ന വേദനയും ത്യാഗങ്ങളും എത്രയാണെന്ന് ഈ പറയുന്ന പുരുഷനോ അല്ലെങ്കിൽ ഈ കാമുകിക്കോ അറിയില്ലായിരിക്കും. അവരെയൊക്കെ കണ്ണുനീര് വീണ് കഴിഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ശാപം നിങ്ങളുടെ തലയിലോട്ട് ഏറ്റുവെക്കുന്നത്? അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്കും. ആ സ്വന്തം ഭാര്യ നിലത്ത് എന്തിതാണ് കാമുകിക്ക് നിങ്ങൾ കാണുന്നതും വില കൊടുക്കുന്നതും? നിങ്ങളുടെ മക്കൾക്ക് ഉദരത്തിൽ ചുമന്ന് കൊണ്ട് നടന്ന് നിങ്ങളുടെ മക്കളെ പെറ്റു വളർത്തി നിങ്ങളുടെ വീട്ടിലുള്ളവരെ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഭാര്യമാരോട് ഇങ്ങനൊരു ചതിവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ ഇതൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ഈ സമൂഹം നേരെയാകൂല, ഒരു കാലത്തും നേരെയാകൂല. ഈ മൊബൈലെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെയാണ്. മൊബൈലിന് രണ്ട് വശങ്ങളുണ്ട്, ഒന്ന് നല്ലതും ഉണ്ട്, ഒന്ന് ചീത്തയും ഉണ്ട് കേട്ടോ. ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിക്കുന്നതും ഭാവി തകർക്കുന്നതും ഒക്കെ ഈ മൊബൈൽ വഴിയാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു മനുഷ്യന് അല്ലെന്ന് പറയാൻ പറ്റൂല കേട്ടോ. അപ്പം നിങ്ങളായിട്ടിരിക്കുക. എന്തായാലും ഒരാളിനെ കിട്ടും, കല്യാണം കഴിച്ച ഒരാളിനെ തരും. അപ്പോൾ ആളുമായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കുക. ആ ആളുമായിട്ട് ഓക്കെ അല്ല എന്ന് തോന്നിയാൽ മാത്രം അതിനെ വേണ്ടാന്ന് വെക്കുക. വേണ്ടാന്ന് വെച്ചിട്ട് അടുത്തതിൻ്റെ അടുത്തോട്ട് പോയിക്കോ. പക്ഷേ അടുത്തതിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴും അവരും ഇതുപോലെ സിംഗിളാണെങ്കിൽ മാത്രമേ പോകാവുള്ളൂ. ഒരിക്കലും മറ്റൊരാൾക്ക് ഉള്ള ഭാവി തകർത്തോണ്ട് പോകരുത്. അത്രയും ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. കാരണം ഇതെല്ലായിടും നടക്കുന്നതാണ്. ഒരുപാട് സമൂഹത്തിൽ ഇപ്പം കല്യാണം കഴിക്കാത്ത ഒരു ചെറുക്കനും പെണ്ണും സ്നേഹിക്കുന്നത് അവർക്ക് സുഖമായിട്ട് ജീവിക്കാനാണ്. വിവാഹം കഴിച്ചിട്ട് അവർക്ക് മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കാനാണ്. പക്ഷേ കല്യാണം കഴിച്ച രണ്ട് വ്യക്തികൾ തമ്മിൽ പിന്നീട് സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ അത് അവിഹിതത്തിന് വേണ്ടി മാത്രമാണെന്നേ ഞാൻ പറയൂ. ഞാനെന്നല്ല, ഓരോ പെണ്ണും ആണും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തിനാണ് പിന്നെ പോകുന്നത്? ഇപ്പുറത്ത് സ്നേഹിക്കാൻ അറിയാവുന്നൊരു ഭാര്യയോ ഭർത്താവോ ഉള്ളപ്പോൾ മറ്റൊരുത്തികളെ ഇല്ല ഒരുത്തൻ്റെ പുറകിന് പോകേണ്ട കാര്യം എന്താണ് എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രവണതയിലോട്ട് പോകാതിരിക്കുക മാക്സിമം. അല്ലെങ്കിൽ നമ്മുടെ വൈഫിനോടോ ഹസ്ബൻഡിനോടോ പറയുക, എനിക്ക് മറ്റൊരു റിലേഷനുണ്ട്, എന്നെ വിട്ടേക്ക്, ഇയാളുമായിട്ട് ഞാൻ ഓക്കെ അല്ല, എന്നെ വിട്ടേക്ക് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കോ. അവർക്ക് അത്രയും വിഷമം വരില്ല. ഒരു റിലേഷൻ ഇരിക്കാനും മറ്റൊരു റിലേഷനിൽ പോയിട്ട്
ഹസ്ബൻഡിനായാലും വൈഫിനായാലും മറ്റൊരു റിലേഷൻ ഉണ്ടെന്ന് അറിയുമ്പോൾ ആ ഒരു വ്യക്തികളുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂലേ. അത് അത് മനസ്സിലാവുന്ന ഒരു നാളെ ആർക്കായാലും വരും, എന്നാലും ഇവരൊക്കെ പഠിക്കത്തുള്ളൂ. കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് എല്ലാവരും ജീവിതത്തിൽ വരുന്നൊരു സംഭവമാണ് കേട്ടോ. അതെല്ലാവരും ഓർക്കുക. എന്തായാലും ഒരു പെണ്ണിനെ ദൈവം നിങ്ങൾക്ക് ഒരു ആണിനെയോ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെ കഴിയാൻ പറ്റില്ലെങ്കിൽ വിട്ടേക്കുക. എനിക്ക് താല്പര്യമില്ല ജീവിക്കാൻ, അതുകൊണ്ട് നമുക്ക് ബന്ധം വേർപെടുത്താം എന്ന് സാമാന്യമായിട്ടൊരു ബോധത്തോടുകൂടി പറയാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ബന്ധം വേണ്ടാന്ന് വെച്ചിട്ട് മറ്റൊരിടത്തോട്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല. എന്താ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഒരു ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ശരിയാണെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ കാണുന്ന നോക്കിക്കണ്ട് കാണുന്നത്, എനിക്ക് ഒരുപാട് ലോകപരിചയമില്ല, പക്ഷെ ഞാൻ കാണുന്നതിൽ വെച്ച് ഞാൻ പറഞ്ഞത് ശരിയാണെന്നേ ഞാൻ പറയൂ. ഓക്കെ.